ഇന്ന് പ്രഭാതത്തിൽ വന്ന ഒരു വിവരം കൂടിയുണ്ട്. ഈ ആശാ വർക്കേഴ്സിന്റെ ഇതിൽ ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലാണല്ലോ, നമ്മൾ കാണാറുണ്ട്. രാത്രിയും പകലും ഇല്ലാതെ അവരവിടെ സമരം ചെയ്യുന്നുണ്ട്. വെളുപ്പിന് മഴയെത്തി. അപ്പോൾ അതിനു മുൻപേ തന്നെ അവരുടെ ആ ടർപ്പോളിൻ വെച്ചിട്ടുള്ള സമരപ്പന്തൽ അത് പൊളിച്ചു മാറ്റി. ആശാ വർക്കേഴ്സിനോട് പോലീസിന്റെ ക്രൂരത, അവരുടെ സമരപ്പന്തലിലെ ടർപ്പോളിൻ പോലീസ് അഴിപ്പിക്കുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെ ടർപ്പോളിൻ അഴിച്ചതോടെ മഴ നനഞ്ഞാണ് ആശാ വർക്കേഴ്സ് കിടന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ഇങ്ങനെ കെട്ടിയപ്പോ ഇത്ര ഭയങ്കര നഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സനുവദിച്ചു? നിങ്ങളൊന്നും മനുഷ്യരാണോ? പറയണ്ടേ? ഈ വെളുപ്പാൻ കാലത്തെ ഈ സമയത്ത് വന്ന് നിന്നിട്ട് പറയുന്നു ഈ ടാർപ്പ അഴിച്ചു മാറ്റാൻ എടുത്ത് കൊണ്ട് കള. മനുഷ്യർക്ക് പറ്റൊന്നുമല്ല. അപ്പോൾ ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഇത് വലിയ ഒരു എന്താ പറയുന്നത്, മഴ അതുപോലെ തന്നെ കടുത്ത വെയിലൊക്കെ ഉള്ളപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലും നിഷേധിക്കുക എന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. വിവരം എന്താണ്? ഗുഡ് മോർണിംഗ് സ്മിത. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരനുഭവത്തിലൂടെയാണ് കഴിഞ്ഞ രാത്രി ഈ ആശാ വർക്കേഴ്സ് കടന്നുപോയത്. അവർക്ക് ഏകദേശം പുലർച്ചയോടുകൂടി 3 മണിയോടുകൂടിയാണ് മഴ ഉണ്ടായത്. മഴ സ്വാഭാവികമായി മഴ നനയാതെ രാപ്പകൽ സമരത്തിലാണ് അവർ. സ്വാഭാവികമായി മഴ നനയാതിരിക്കാനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ അവർ തേടും. അതിന്റെ ഭാഗമായാണ് ടാർപോളിൻ കെട്ടാൻ തീരുമാനിച്ചത്. ടാർപോളിൻ എടുത്തപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിനെതിരെയുള്ള നിലപാടെടുത്തു. ഇവിടെ ടാർപോളിൻ കെട്ടി സമരം നടത്താൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തു. ഒടുവിൽ ആ മഴ നനഞ്ഞ് ആ രാപ്പകൽ സമരം തുടരേണ്ട അവസ്ഥയിലേക്ക് ഈ ആശാ വർക്കേഴ്സ് എത്തി. എന്തായാലും ആ ഒരു സമാനതകളില്ലാത്ത, കാരണം സമരം പൊളിക്കാനുള്ള നിരവധി മാർഗങ്ങൾ സർക്കാർ തേടുന്നുണ്ട്. പക്ഷെ അതോടൊപ്പമാണ് ഇത്തരം ഒരു ക്രൂരത ഇവർ നേരിടേണ്ടി വന്നത്. എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? നമ്മൾ 11-12 മണിയായി ഞങ്ങൾ കിടക്കാൻ തുടങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. 2 മണിയോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി. അന്നേരമാണ് നമ്മൾ എണീറ്റിട്ട് ടാർപോളിൻ കെട്ടാന്ന് വിചാരിച്ച് ഇവിടെ മുതൽ കെട്ടി അങ്ങോട്ട് തീരാറാകുമ്പോൾ, കെട്ടി തുടങ്ങുമ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിക്കൊണ്ടിരുന്നിട്ട് കെട്ടി തീർന്ന് കിടക്കാറാകുമ്പോഴത്തേക്കും വന്നിട്ട് അഴിച്ചു മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അഴിച്ചു മാറ്റി. ഭയങ്കര വിഷമം തോന്നി. ഒരു സ്ത്രീപക്ഷ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. രാത്രി നടത്തം, വനിതാ ജംഗ്ഷൻ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളെല്ലാം ഇവർ ആവിഷ്കരിക്കുന്ന സർക്കാർ എന്നാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും അതിലെല്ലാം പങ്കെടുത്ത ഒരു വ്യക്തിയും കൂടിയാണ്. തീർച്ചയായിട്ടും വള്ളിച്ചൽ പഞ്ചായത്തിൽ 1-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും. ഞാൻ വള്ളിച്ചൽ പഞ്ചായത്തിന്റെ ഇതുപോലെയുള്ള എല്ലാ പരിപാടികൾക്കും, എന്റെ മോളുടെ പ്രോഗ്രാമും എല്ലാത്തിനും ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ചേച്ചി വിഷമമായോ? ചേച്ചി ലൈറ്റ് ഇതുണ്ട് സാറേ. 3 ദിവസം ഈ 3 പോസ്റ്റിലും ലൈറ്റ് ഇല്ല. ഞങ്ങളിവിടെ കിടക്കുന്നതുകൊണ്ട് ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊക്കെ. ഞങ്ങളിവിടെ മഴയിൽ ഞാൻ ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. കിടന്ന് മഴ മറ്റെല്ലാം അഴിച്ചു മാറ്റി നനഞ്ഞു കുളിച്ച് ഉറങ്ങാൻ പോലും പറ്റില്ല. ഞങ്ങളെ എന്തിനാ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നത്? ഞാൻ ഈ പാവങ്ങളുടെ മന്ത്രി എന്നല്ല പറഞ്ഞത്. ഞങ്ങൾ അതുകൊണ്ടല്ല ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടത്. ഈ ക്രൂരത ഒരുത്തരോടും കാണിക്കരുത്. ഞങ്ങളിപ്പോ ഏറ്റവും താഴെത്തട്ടിലെ പാവങ്ങളാണ്. സംഭവം കാണുന്നുണ്ട് ചേച്ചി. എന്തായാലും ഞങ്ങൾ ഏറ്റവും താഴെത്തട്ടിലെ പാവങ്ങളാണ് സാറേ. ഈ പാവത്തിനെ ഇങ്ങനെ ദ്രോഹിക്കരുത്. പക്ഷെ മുകളിൽ ഒരാളുണ്ട്, ദൈവം സർവേശ്വരൻ ഇതിന് മാപ്പ് കൊടുക്കൂല. സത്യമായിട്ടും പറയണം സാർ. എനിക്ക് 60 വയസ്സാവാൻ പോകും. സർവേശ്വരൻ ഞാൻ ഗുളിക കഴിച്ചിട്ട് ഈ കിടക്കാൻ ഇരുന്നാണ് സാറേ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഈ സമരങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം ന്യായമാണെന്ന് പൊതുസമൂഹത്തിന് അറിയാം. എന്തായാലും ഈ ചെയ്തത് കഴിഞ്ഞ ദിവസം ചേച്ചി രാത്രി ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വാഷ്റൂമിൽ പോയത്. ഇത് സമാനതകളില്ലാത്ത ഒരു ക്രൂരതയാണ്. സാധാരണ ഒരു സമരക്കാർ പോലും അതിനേക്കാൾ ഭീകരമായി അനുഭവിക്കേണ്ടുന്നത്. എന്തായാലും ഈ സമരം, ഈ ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ചിവിടെ തന്നെ തുടരില്ലേ? തുടരും. ഞങ്ങൾ ഇനി വിടൂല. 1 ഇഞ്ച് ഞങ്ങൾ പിറകോട്ട് പോവില്ല. ഇനി എനിക്ക് ആശാവർക്കറിന്റെ ജോലി പോയാലും വേണ്ടില്ല. ഞാൻ പിച്ചെടുത്ത് ജീവിച്ചാലും ഇനി ഇതിന് പിന്മാറുന്ന പ്രശ്നമില്ല. ഞങ്ങൾ 1-ലും 2-ലൊന്നും അറിഞ്ഞിട്ടേ മാറും.
ഇനി മാറില്ല സാർ. ഞങ്ങൾക്ക് വേണ്ടി പാവങ്ങളുടെ മന്ത്രി എന്നാണ് പറഞ്ഞത്. പാവങ്ങൾ രണ്ടാമത് ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട്, സന്തോഷത്തോടുകൂടി ജയിപ്പിച്ചു വിട്ട്. എന്തിനാ സാറേ ഈ താഴെത്തട്ടിലുള്ള ഞങ്ങൾ, ഈ പിച്ചക്കാരായ ഞങ്ങൾ ഈ ദ്രോഹിക്കുന്നത്? എന്തായാലും കടുത്ത പ്രതിസന്ധിയാണ് അവർ നേരിടേണ്ടി വന്നത്. എന്തായാലും ഇതേ സെക്രട്ടേറിയറ്റ് മുന്നിൽ തന്നെയാണ് കഴിഞ്ഞ മാസം CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ സമരപ്പന്തൽ കെട്ടി സമരം നടത്തേണ്ടി വന്നത്. അത് പൊളിച്ചു നീക്കാനോ അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കണമെന്നോ പോലും പറയാത്ത പോലീസാണ് ഈ ആശാ വർക്കേഴ്സ് രാത്രി മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ടാർപോളിൻ വലിച്ചു കെട്ടിയപ്പോൾ അത് പൂർണ്ണമായി അഴിച്ചുമാറ്റി മഴയത്ത് നിർത്തിയത്. ക്രിസ്റ്റീന, സ്മിത. ഉമേഷ് ബാലകൃഷ്ണനാണ് ആ വിവരങ്ങൾ, ആ പ്രതികരണമെല്ലാം നമുക്ക് നൽകിയത്. ആ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്, ആ പ്രതികരണങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. മഴ വരും എന്ന് മനസ്സിലായപ്പോൾ ടർപ്പോളിൻ കെട്ടുന്നു, അത് നോക്കി നിൽക്കുന്നു, എന്നിട്ട് അത് കഴിഞ്ഞ് അവരെ കൊണ്ട് അത് അഴിപ്പിക്കുന്നു. എന്തൊരു ക്രൂരതയാണത്! ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതിന്റെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം പ്രവൃത്തികൾ ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവർ രാത്രിയും പകലും അവിടെ വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമരം ചെയ്യുവാനുള്ള അവരുടെ അവകാശം അത് നിഷേധിക്കാൻ അതിന് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, അത് ആർക്കും അതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ? മാത്രമല്ല ആ ചേച്ചിയുടെ ചോദ്യം ഉള്ളുലയ്ക്കുന്ന ചോദ്യമാണ്. എന്താ സാറേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് അല്പമെങ്കിലും മനസാക്ഷിയുള്ളവർക്കൊക്കെ രാവിലെ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എന്താ പറയണേ, എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും വിഷമമുണ്ട്. അപ്പോൾ അവർ പറയുന്ന അവരുടേതായ ആ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും ഒരു താല്പര്യം.